Hello friends, welcome to eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കളക്ഷൻ ഫ്രെയിംവർക്ക് എന്താണെന്നാണ്. കളക്ഷൻ ഫ്രെയിംവർക്കിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളുടെ ഡേറ്റ സ്ട്രക്ചർ എന്താണ്, ഡേറ്റ സ്ട്രക്ചറും കളക്ഷൻ ഫ്രെയിംവർക്കും തമ്മിലുള്ള റിലേഷൻ എന്താണ്, പിന്നെ ഡേറ്റ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതം, ഇങ്ങനെ കുറച്ച് പാർട്ടുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളക്ഷൻ ഫ്രെയിംവർക്കിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ അതുകൊണ്ട് ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ഡേറ്റ സ്ട്രക്ചേഴ്സ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഡേറ്റ സ്ട്രക്ചർ ഇസ് എ വേ ടു സ്റ്റോർ ആൻഡ് ഓർഗനൈസ് ഡേറ്റ സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് എഫിഷ്യന്റ്ലി. അതായത് നമ്മുടെ കയ്യിലെ ഡേറ്റയെ എഫിഷ്യന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വേ ആണ് ഡേറ്റ സ്ട്രക്ചർ. ശരിയല്ലേ? എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ അതിനകത്ത് ടൈം ആൻഡ് സ്പേസ് കോംപ്ലക്സിറ്റി വരുന്നുണ്ട്. അത് അൽഗോരിതം പാർട്ടിലാണ് കൂടുതൽ വരുന്നത്. അതൊരു അഡ്വാൻസ്ഡ് പാർട്ടാണ്, അത് ഞാൻ ലാസ്റ്റ് പറയാം. ഇപ്പൊ നിങ്ങൾക്കാണെങ്കിൽ എഫിഷ്യന്റ് ആയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്താലേ അതിനെ നമുക്ക് പ്രോപ്പറായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ കൂടുതൽ ഡേറ്റ സ്റ്റോർ ചെയ്യണമെങ്കിൽ, അതായത് പല ഡിഫറെന്റ് ഡേറ്റ ടൈപ്സിലുള്ള ഡേറ്റ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡേറ്റ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ സാധാരണ ഒരു ഇന്റിജർ വാല്യൂ ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് 10 എന്ന് പറഞ്ഞൊരു ഇന്റിജർ വാല്യൂ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇന്റ് a ഈക്വൽ ടു 10, എ എന്ന് പറഞ്ഞൊരു വേരിയബിളിനകത്തോട്ട് അത് അസൈൻ ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് അത് സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു ക്യാരക്ടർ ഉണ്ട്, പി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. നിങ്ങൾ എങ്ങനെ ചെയ്യും? ക്യാർ സി ഈക്വൽ ടു പി, അങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കും. ശരിയല്ലേ? അങ്ങനെ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സിലോട്ടാണ് നിങ്ങൾ ഈ സിംഗിൾ വാല്യൂസ് ഉള്ളത് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. പ്രിമിറ്റീവ്സിനെ കുറിച്ച് ഞാൻ ഡിഫറെന്റ് ഡേറ്റ ടൈപ്സ് എന്ന് പറഞ്ഞൊരു പോർഷൻ വരുന്നുണ്ട്, അതിനകത്ത് പറയാം. ഓക്കെ, അപ്പൊ സിംഗിൾ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇന്റ്, ക്യാർ, അങ്ങനെ സിംഗിൾ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഡേറ്റ ടൈപ്സിനാണ് നമ്മൾ പ്രിമിറ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഡേറ്റ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇത് പറ്റത്തില്ല. ഇപ്പൊ ഇന്റ് a ഈക്വൽ ടു 10, 20, 30 നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. അതുപോലെ ക്യാർ സി ഈക്വൽ ടു x, y, z, അങ്ങനെ ഒന്നും നമുക്ക് എഴുതാൻ പറ്റില്ല. സിംഗിൾ ഡേറ്റയെ ഈ ഡേറ്റ ടൈപ്പിനകത്തോട്ട് കൊടുക്കാൻ പറ്റും. ശരിയല്ലേ? അപ്പൊ സിംഗിൾ ഡേറ്റ സ്റ്റോർ ചെയ്യണമെങ്കിൽ അവിടെ എഫിഷ്യൻസിയുടെ പാർട്ട് വരുന്നില്ല. മൾട്ടിപ്പിൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നപ്പോഴാണ് നമുക്ക് അതിനകത്തൊന്ന് പല സെർച്ച് ചെയ്യോ സോർട്ട് ചെയ്യോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അവിടാണ് ഈ എഫിഷ്യൻസിയുടെ പാർട്ട് വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ മൾട്ടിപ്പിൾ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഡേറ്റ സ്ട്രക്ചേഴ്സ് എന്താണെന്ന് ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടിട്ടുണ്ടായിരിക്കും. ഇനി ഡേറ്റ സ്ട്രക്ചറിനെ എങ്ങനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം? ഡേറ്റ സ്ട്രക്ചറിനെ നമുക്ക് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, പ്രിമിറ്റീവും നോൺ പ്രിമിറ്റീവും. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഇന്റും ക്യാറും പറഞ്ഞപ്പോ പ്രിമിറ്റീവ്സ് എന്ന്. അതായത് ഇപ്പൊ പ്രിമിറ്റീവ് എന്ന് പേര് കേൾക്കുമ്പോഴേ അറിയാം, ഒരു പഴയത്, ഓൾഡ്, അങ്ങനെയൊക്കെയല്ല അതിന്റെ അർത്ഥം. അപ്പൊ ഈ പ്രിമിറ്റീവ് ഡേറ്റ സ്ട്രക്ചറിനകത്ത് 8 ടൈപ്പ് വരുന്നുണ്ട്: ബൂളിയൻ, ഇന്റ്, ക്യാർ, ലോങ്, ഷോർട്ട്, ഡബിൾ, ഫ്ലോട്ട്, ബൈറ്റ്. അതായത് ഓരോ സിംഗിൾ ക്യാരക്ടേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 8 പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ് യൂസ് ചെയ്യുന്നത്. പിടികിട്ടിയല്ലോ? ഇപ്പൊ നിങ്ങൾക്ക് ട്രൂ എന്ന് പറഞ്ഞൊരു വാല്യൂ സേവ് ചെയ്യണം, നിങ്ങൾ ബൂളിയൻ എടുക്കും. ഒരു ഇന്റിജർ വാല്യൂ ആണ് ഇന്റ് എടുക്കും. അതുപോലെ ഡെസിമൽ പോർഷൻ ഉള്ളതാണ് നിങ്ങൾ ഫ്ലോട്ടോ ഡബിളോ എടുക്കും. ശരിയല്ലേ? അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഏതാണെന്ന് ഡയറക്ട്ലി ചെക്ക് ചെയ്തിട്ട് ആ ടൈപ്പിനകത്തോട്ട് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിടികിട്ടിയല്ലോ? അതാണ് പ്രിമിറ്റീവ്സ്. ഇനി നോൺ പ്രിമിറ്റീവിനെ തന്നെ വീണ്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് ലീനിയറും നോൺ ലീനിയറും. ലീനിയർ ഡേറ്റ സ്ട്രക്ചർ ആൻഡ് നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ. DS എഴുതിയിരിക്കുന്ന ഡേറ്റ സ്ട്രക്ചറിന്റെ ഷോർട്ട് ഫോം ആണ്. ലീനിയറിനെ തന്നെ വീണ്ടും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ അറേ, സ്ട്രിംഗ്, സ്റ്റാക്ക്, സെറ്റ്, ക്യൂ ലിസ്റ്റ്, അറേ ലിസ്റ്റ്, ലിങ്ക്ഡ് ലിസ്റ്റ്, ഇതെല്ലാം ഈ കാറ്റഗറിക്കകത്ത് വരുന്നതാണ്. അങ്ങനെ ഒരുപാടുണ്ട്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഡേറ്റ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇപ്പൊ അറേക്കകത്ത് നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് കൊടുക്കാൻ പറ്റും, അല്ലെ? സ്ട്രിങ്ങിനകത്ത് മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് കൊടുക്കാൻ പറ്റും. അങ്ങനെ മൾട്ടിപ്പിൾ വാല്യൂസിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും ലീനിയർ ഡേറ്റ സ്ട്രക്ചറിനകത്തും നോൺ ലീനിയർ, അതായത് നോൺ പ്രിമിറ്റീവിനകത്ത്. ഇനി നോൺ ലീനിയറിനകത്ത് വരുന്നതാണ് നമ്മുടെ ഗ്രാഫും ട്രീയും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ കാറ്റഗറീസ് പിടികിട്ടിയല്ലോ. അപ്പൊ ഡേറ്റ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലായി. മൾട്ടിപ്പിൾ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ, എഫിഷ്യന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ടൈപ്സ് ആണ് പ്രിമിറ്റീവും നോൺ പ്രിമിറ്റീവും. പ്രിമിറ്റീവിനകത്ത് 8 ബേസിക് ടൈപ്സ് വരുന്നുണ്ട്. നോൺ പ്രിമിറ്റീവില് ലീനിയറും നോൺ ലീനിയറും. ലീനിയറിനകത്താണ് നമ്മുടെ അറേ, സ്റ്റാക്ക്, സെറ്റ്, അറേ ലിസ്റ്റ് ഒക്കെ വരുന്നത്. നോൺ ലീനിയറിനകത്ത് ഗ്രാഫും ട്രീയും. ഓക്കെ, ഇത്രയും പിടികിട്ടിയല്ലോ. അപ്പൊ ഇതിന്റെ യൂസ് എങ്ങനെ, ഇതിന്റെ വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ സാധാരണ പ്രിമിറ്റീവിനകത്താണെങ്കിൽ വാല്യൂ ഏതാണെന്ന് നോക്കിയിട്ട് ഇപ്പൊ ഇന്റിജർ ആണെങ്കിൽ ആ ഇന്റിജർ വാല്യൂലോട്ട് അസൈൻ ചെയ്ത് കൊടുക്കും. ഈ നോൺ പ്രിമിറ്റീവിൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഡേറ്റയും ഒരു സിംഗിൾ എൻറ്റിറ്റിയിലോട്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ പ്രിമിറ്റീവ് ഡേറ്റ സ്ട്രക്ചറിൽ എങ്ങനെയാണ്? ഇപ്പൊ നമ്മൾ ഇന്റ് a ഈക്വൽ ടു 100 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 100 എന്നുള്ള വാല്യൂ സ്റ്റോർ ആവും. എന്നിട്ട് a എന്ന് പറഞ്ഞ വേരിയബിൾ അതിലോട്ട് ഇങ്ങനെ മാപ്പ് ചെയ്യും. ഓക്കെ, അതിലേക്ക് പോയിന്റ് ചെയ്യും. ശരിയല്ലേ? അതുപോലെ ഇപ്പൊ നമ്മൾ ക്യാർ സി ഈക്വൽ ടു b എന്ന് കൊടുക്കുകയാണെങ്കിൽ ആ b എന്നുള്ള വാല്യൂലോട്ട് നമ്മുടെ ആ വേരിയബിൾ പോയിന്റ് ചെയ്യും. ശരിയല്ലേ? ഇങ്ങനെയാണ് പ്രിമിറ്റീവ് ഡേറ്റ സ്ട്രക്ചറിനകത്ത്. ഇനി നോൺ പ്രിമിറ്റീവ് ആണെങ്കിൽ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കോഡ് യുറേക്ക, അതൊരു സ്ട്രിങ് ആണ്. ശരിയല്ലേ? സിംഗിൾ ക്യാരക്ടർ അല്ല, ഒരുപാട് ക്യാരക്ടേഴ്സ് ചേർന്ന ഒരു സ്ട്രിങ് ആണ്. അതിനെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ അത്രയും കൂടെ പലതായിട്ടല്ല, ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് സ്റ്റോർ ചെയ്യും. എന്നിട്ട് ആ വേരിയബിൾ അതിലേക്ക് പോയിന്റ് ചെയ്യും. ഓക്കെ,
SI അസൈൻ ചെയ്യും. എന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഇന്റിജർ അറേ ആണുള്ളതെങ്കിൽ അപ്പൊ അതിനകത്ത് മൾട്ടിപ്പിൾ വാല്യൂസ് ഉണ്ടെങ്കിൽ അത്രയും അറേയിലെ വാല്യൂസിനെ ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് എടുക്കും. പിടികിട്ടിയല്ലോ. ഇതാണ് പ്രിമിറ്റീവും നോൺ പ്രിമിറ്റീവും തമ്മിലുള്ള വ്യത്യാസം. പ്രിമിറ്റീവിനകത്ത് സിംഗിൾ ക്യാരക്ടറിനെ സ്റ്റോർ ചെയ്യത്തുള്ളൂ, ഇതിനകത്ത് മൾട്ടിപ്പിൾ ഡേറ്റയെ ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് എടുക്കുന്നു. പിടികിട്ടിയല്ലോ. അപ്പോൾ ഇതാണ് തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നെക്സ്റ്റ്, ഇത്രയും കാര്യം ഡേറ്റ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഡേറ്റ സ്ട്രക്ചേഴ്സിന്റെ യൂസ് എവിടെയാണ് വരുന്നതെന്ന്. പ്രിമിറ്റീവ്സിന്റെ യൂസ് വരുന്നത് എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു കൊച്ചു ആപ്ലിക്കേഷൻസ്. ഓക്കെ, അപ്പൊ ഇത് പ്രിമിറ്റീവ്സിന്റെ യൂസ് വരുന്നത് ചെറിയ ആപ്ലിക്കേഷൻസ് ആയ കറൻസി കൺവേർട്ടർ, കാൽക്കുലേറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഈ പ്രിമിറ്റീവ് ഡേറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ കാൽക്കുലേറ്ററിനകത്ത് എങ്ങനെയാണ്, നമ്മളിപ്പോ 2 ഇന്റിജർ വാല്യൂ കൂട്ടുന്നു, എന്നിട്ട് പിന്നെ ഒരു ഡബിൾ വാല്യൂ ആയിട്ട് മൈനസ് ചെയ്യുന്നു. അങ്ങനെ സിംഗിൾ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അത് ഒരേ ടൈപ്പ് തന്നെ ആയിരിക്കും അല്ലെ. അത് 2 ഇന്റിജറിനെ കൂട്ടും, അപ്പൊ ഇന്റിജറിലോട്ട് അസൈൻ ചെയ്തു, പിന്നെ അതിൽ നിന്നൊരു ഡബിൾ വാല്യൂ കുറയ്ക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു ആപ്ലിക്കേഷൻസിന് നമുക്കൊരു കാൽക്കുലേറ്റർ അല്ലെങ്കിൽ കറൻസി കൺവേർട്ടർ, ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിനൊക്കെ നമുക്ക് പ്രിമിറ്റീവ് ഡേറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യാം. നോൺ പ്രിമിറ്റീവ് വരുന്നത് നമ്മുടെ കൊമേഴ്സ് ആപ്ലിക്കേഷൻ, ബാങ്കിങ് ആപ്ലിക്കേഷൻ, സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആപ്ലിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്. ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാർജ് ഡേറ്റ കാണും, ഡിഫറെന്റ് ടൈപ്സിലുള്ളത്. അപ്പോൾ ഒരിക്കലും നമുക്ക് പ്രിമിറ്റീവ് ഡേറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, അതൊരു സിംഗിൾ ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്സ് വെബ്സൈറ്റ്, ഇപ്പൊ നിങ്ങൾ ഫ്ലിപ്കാർട്ട് എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പൊ ഫ്ലിപ്കാർട്ടിനകത്ത് നിങ്ങൾ ഒരു സെർച്ച് കീവേഡ് കൊടുത്തു, മൈക്രോവേവ് ഓവൻ. അത് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ആ സെക്കൻഡിൽ തന്നെ ഓവൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ലിസ്റ്റ് ചെയ്ത് കാണിച്ചു തരും അല്ലെ. അപ്പൊ അത് കൊടുത്ത് ഒരുപാട് സമയത്തിന് ശേഷമാണ് നമുക്ക് റിസൾട്ട് വരുന്നതെങ്കിൽ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യത്തില്ല. നമുക്ക് കൊടുത്ത് ഇത്ര സമയത്തിനകം തന്നെ നമുക്ക് ലോഡ് ആണെങ്കിൽ നമ്മളും ആപ്ലിക്കേഷനിൽ ഇൻട്രസ്റ്റ് ആവത്തുള്ളൂ യൂസേഴ്സ്, ശരിയല്ലേ. അപ്പൊ നമ്മൾ ഈ സെർച്ച് കീവേഡ് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ കീവേഡിനനുസരിച്ചുള്ള ഡേറ്റ നമുക്ക് ലോഡ് ആവും, ശരിയല്ലേ. അപ്പൊ ഈ ഡേറ്റ ശ്രദ്ധിച്ചാൽ തന്നെ കാണാം, അതിനകത്ത് പല ടൈപ്പ് ഉണ്ട്. ഇപ്പൊ ഫസ്റ്റ് ഇമേജ് നോക്കിയാൽ തന്നെ അതിനകത്ത് ഒരു ഇമേജ് ഉണ്ട്, പിന്നെ അതിന്റെ പേരുണ്ട്, റേറ്റിംഗ്സ് ഉണ്ട്, പിന്നെ അതിന്റെ പ്രൈസ് കാണും. അങ്ങനെ പല ടൈപ്പിലുള്ള ഡേറ്റ, ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ ആണ് അതിനകത്തുള്ളത്, ശരിയല്ലേ. എന്നിട്ട് ആ ഫസ്റ്റ് ഇമേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ വീണ്ടും അത് പോയി വേറൊരു പേജിലോട്ട് റീഡയറക്ട് ചെയ്യും. അതിന്റെ പല ഇമേജസ് കാണും, പിന്നെ അതിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ കാണും. അങ്ങനെ നമുക്കിപ്പോ ഒരു ലാർജ് ഡേറ്റയിൽ നമ്മൾ വർക്ക് ചെയ്യാണ്, ഡിഫറെന്റ് ടൈപ്പിലുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ നോൺ പ്രിമിറ്റീവ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ ഉണ്ടാക്കി കഴിയുമ്പോൾ, ഞാനിത് വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞു ഡേറ്റ സ്ട്രക്ചർ എഫിഷ്യന്റ് വേയിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന്. ഡേറ്റ എഫിഷ്യന്റ് വേയിൽ, ഈ എഫിഷ്യൻസി എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ആപ്ലിക്കേഷൻ ഫാസ്റ്റ് അല്ലെങ്കിൽ ഒരിക്കലും ഒരു യൂസർ അത് യൂസ് ചെയ്യത്തില്ല, ശരിയല്ലേ. നമ്മളപ്പോ എന്തെങ്കിലും ഒരു സെർച്ച് കീവേഡ് കൊടുത്തിട്ട് ആ സെർച്ച് കീവേഡ് വെച്ചിട്ട് അത് ഫാസ്റ്റ് ആയിട്ട് പ്രോസസ് ചെയ്യണം. അപ്പൊ എന്തുകൊണ്ടാണ് അത് ഫാസ്റ്റ് ആയിട്ട് പ്രോസസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് വർക്ക് ചെയ്യുന്ന അൽഗോരിതംസ് കാരണമാണ്. അൽഗോരിതംസ് ആണ് അതിനെ ഫാസ്റ്റർ ആക്കുന്നത്. അതായത് സെർച്ചിങ് അൽഗോരിതം, പിന്നെ അതുപോലെ തന്നെ സോർട്ടിങ് അൽഗോരിതം, അതൊക്കെ ഫാസ്റ്റർ ആയിട്ടുള്ള അൽഗോരിതംസ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് എഫിഷ്യന്റ് വേയിൽ അതിനെ പ്രോസസ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. പിടികിട്ടിയല്ലോ. ഇപ്പൊ നിങ്ങൾ ഫ്ലിപ്കാർട്ട് എടുത്ത് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക, എന്നിട്ട് നിങ്ങൾ കൊടുക്കുകയാണ് സാംസങ് ഓവൻ തന്നെ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ ആ സെർച്ച് പ്രസ് ചെയ്യുന്ന മൊമെന്റിൽ തന്നെ കുറച്ച് റിസൾട്ടുകൾ ഇങ്ങനെ ലോഡ് ആവുന്നു, ശരിയല്ലേ. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ഈ സെർച്ചിങ് അൽഗോരിതം, ഈ ആപ്ലിക്കേഷനിലെ സെർച്ചിങ് അൽഗോരിതം ഫാസ്റ്റർ ആയതുകൊണ്ടാണ്. ഓക്കെ, അതിന്റെ ടൈം കോംപ്ലക്സിറ്റി കുറവായതുകൊണ്ടാണ് അത് വേഗത്തിൽ ലോഡ് ആവുന്നത്. പിടികിട്ടിയല്ലോ. അതുപോലെ തന്നെ ഇതിന്റെ സൈഡിൽ ഇപ്പൊ നമുക്ക് പ്രൈസ് അനുസരിച്ച് സോർട്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്, ശരിയല്ലേ. ഇപ്പൊ മിനിമം കൊടുത്തിട്ട് ഞാനിവിടെ മാക്സിമം ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് 10,000 വരെയുള്ള ഫോൺ മതി. ഞാൻ അവിടെ കൊടുക്കുന്ന ടൈമിൽ തന്നെ ആ 10,000-ൽ താഴെയുള്ള മൈക്രോവേവ് ഓവൻസ് ലോഡ് ആവുന്നുള്ളൂ, ശരിയല്ലേ. അപ്പൊ എന്റെ സോർട്ടിങ് അൽഗോരിതം, അതായത് 10,000 വരെയുള്ള ആ റേഞ്ചിലുള്ളതിനെ സോർട്ട് ചെയ്ത് കാണിക്കാനാണ് പറയുന്നത്. പിടികിട്ടിയല്ലോ. അപ്പൊ എന്റെ സോർട്ടിങ് അൽഗോരിതം ഫാസ്റ്റർ ആയതുകൊണ്ടാണ് എനിക്ക് ആ ഈസി ആയിട്ട് ആ ഡേറ്റാസ് കിട്ടുന്നത്. പിടികിട്ടിയല്ലോ. ഏകദേശം ഡേറ്റ സ്ട്രക്ചർ എന്താണ്, അതിന്റെ യൂസേജ് എന്താണ്, അതിന്റെ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് കളക്ഷൻ ഫ്രെയിംവർക്ക് എന്താണെന്ന് പറയാം. അപ്പൊ നമ്മുടെ ഈ അറേ സ്ട്രിംഗ് ഒഴിച്ചുള്ള നമ്മുടെ ഈ സ്റ്റാക്ക് സെറ്റ്, ക്യൂ ലിസ്റ്റ്, ലിങ്ക്ഡ് ലിസ്റ്റ്, ഗ്രാഫ് ട്രീ, ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻ ഫ്രെയിംവർക്കിൽ വരുന്നത്. അതായത് ഈ ഫ്രെയിംവർക്കിനകത്ത് കുറെ ക്ലാസസ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സിൽ വർക്ക് ചെയ്യാൻ. അപ്പൊ കളക്ഷൻ ഫ്രെയിംവർക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രീ ഡിഫൈൻഡ് ജാവ API ആണ് നമ്മുടെ നോൺ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത്രയാണ് കളക്ഷൻസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ഞാൻ പറഞ്ഞു, ഡേറ്റ സ്ട്രക്ചർ പറഞ്ഞു, അതിന്റെ യൂസേജ് എന്താണ്, എവിടൊക്കെ എന്തിന് യൂസ് ചെയ്യുന്നു, അതിന്റെ കാറ്റഗറൈസേഷൻ പറഞ്ഞു. ഇത്രയും പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി കളക്ഷൻസിനെ കുറിച്ചുള്ള ബാക്കി പാർട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതുകൊണ്ട് ഇനി പറഞ്ഞു പോകുമ്പോൾ ബാക്കി കാര്യങ്ങൾ സിമ്പിൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിന്റെ അടി കമന്റ് ചെയ്താൽ മതി. താങ്ക് യു.